എല്ലാ പ്രിയപ്പെട്ടവർക്കും മെഡ്ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ സ്റ്റേ ബാക്ക് ചെയ്ത് ഒരു നല്ല സെൻട്രൽ ഗവൺമെൻറ് ജോബ്, അതും നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ ജോലികളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഏകദേശം 713ഓളം വേക്കൻസിയാണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. തീർച്ചയായും നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക് വളരെ വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഏകദേശം 5 വർഷം കൂടുമ്പോഴാണ് റെയിൽവേ ഇങ്ങനെ എക്സാം നടത്തുന്നത്. തീർച്ചയായും ഇത് വളരെ വലിയൊരു അവസരമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, ഏജ് ലിമിറ്റ്, എപ്പോഴായിരിക്കും എക്സാം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്കിടയിൽ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അതിലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ CE നമ്പർ 04/2024 എന്ന നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ആയിട്ടുള്ള ഡേറ്റ് 17/8/2024 അഥവാ ഓഗസ്റ്റ് 17 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരുപാട് പേർ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം. ഈ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 16 വരെയാണ്. 16/9/2024 17/9/2024 അഥവാ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ്റെ തൊട്ടു പിറ്റേന്ന് മുതൽ 26/9/2024 വരെയാണ് നമ്മൾക്ക് ആപ്ലിക്കേഷനിലെ കറക്ഷൻസൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വിവരങ്ങൾ തെറ്റുകൂടാതെ വളരെ ശരിയായ രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഓൺലൈനിലൂടെ മാത്രമേ ഉള്ളൂ. 16/9/2024 രാത്രി 11:59 മുൻപ് ആപ്ലിക്കേഷൻ നൽകിയിരിക്കണം. അതിനുശേഷമുള്ള ആപ്ലിക്കേഷനൊന്നും ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒരുപാട് പാരാമെഡിക്കൽ പോസ്റ്റിലേക്ക് വേക്കൻസികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് സൂപ്രണ്ട് വേക്കൻസിയാണ്. ഏകദേശം 713ഓളം വേക്കൻസിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 713ഓളം വേക്കൻസികളാണ് അതിലുള്ളത്. നഴ്സിംഗ് സൂപ്രണ്ടിന് പുറമെ ഡയറ്റീഷ്യൻ, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, laboratory superintendent, perfusionist, physiotherapist grade 2, occupational therapist, cath laboratory technician, pharmacist, radiographer, x-ray technician, speech therapist, cardiac technician, optometrist, ECG technician, laboratory assistant grade 2, field worker തുടങ്ങിയ 20ഓളം പോസ്റ്റുകളിലാണ് RRB ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ പേ ലെവൽ വരുന്നത് 7 ആണ്. ഇനിഷ്യൽ പേയ്മെൻറ്റ് ഏകദേശം ഒരു 44,900 വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ്. തീർച്ചയായും ശ്രദ്ധിക്കുക. അത് ഏജ് ലിമിറ്റ് 20 to 43 ആണ്. ടോട്ടൽ വേക്കൻസീസ് 730. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതാണ് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് RRB തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. ഏജ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു 43 വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പം ഓരോ കാസ്റ്റിനും ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ രീതിയിലാണ് ഏജ് ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അപ്പർ ഏജ് ലിമിറ്റും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് റിസർവേഷനനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അൺറിസർവ്ഡും EWSനും ഏകദേശം ഒരേപോലെയാണ്. OBC, NCL, SC, ST തുടങ്ങിയവർക്ക് സെപ്പറേറ്റ് ടേബിൾസ് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇത് കമ്മ്യൂണിറ്റി കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ഏജ് റിലാക്സേഷനാണ്. SC, ST കാൻഡിഡേറ്റ്സിന് 5 years വരെയുണ്ട്. OBC 3 years, എക്സ് സർവീസ്മാൻ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഉള്ള അവരുടെ ഓരോരുത്തരുടെയും ബേസ് ചെയ്തിട്ടുള്ള ഏജ് റിലാക്സേഷനാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്.
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാമിനേഷൻ ഫീ അതിൽ എല്ലാ കാൻഡിഡേറ്റ്സിലും ഫീ വരുന്നത് 500 രൂപയാണ്. അതിൽ 400 രൂപ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CBT അപ്പിയർ ചെയ്തതിന് ശേഷം റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. 500 രൂപയാണ് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. ഇനി അല്ലെങ്കിൽ SC ST എക്സ് സർവീസ്മാൻ PWBD ഫീമെയിൽസ് ട്രാൻസ്ജെൻഡർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്കൊക്കെ 250 റുപ്പീസാണ് വരുന്നത്. ഇതും 250 റുപ്പീസ് കംപ്ലീറ്റ്ലി CBTക്ക് ശേഷം റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ബാങ്കിങ് ചാർജസ് ഒഴികെ ബാക്കി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ്റെ ടൈമിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ ഓരോ പോസ്റ്റിനും അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണുള്ളത്. ഇപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ഹാവിംഗ് പാസ്ഡ് 3 years കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഫ്രം സ്കൂൾ ഓഫ് നഴ്സിംഗ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ BSc നഴ്സിംഗ്. ഒന്നെങ്കിൽ BSc നഴ്സിംഗ് കഴിയുക, അല്ലെങ്കിൽ 3 വർഷ GNM കോഴ്സ്, അതൊരു സ്കൂൾ ഓഫ് നഴ്സിംഗിൽ, അതും INC സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്നായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണ് സെക്ഷൻ വൈസ് മാർക്ക്. പ്രൊഫഷണൽ എബിലിറ്റി അഥവാ നഴ്സിംഗ് സൂപ്രണ്ടാണെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 70 ചോദ്യങ്ങളും അതിന് 70 മാർക്കുമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ജനറൽ അവെയർനെസ്സിന് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. അതുപോലെ ജനറൽ അരിത്തമെറ്റിക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 10 ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസിന് 10 ക്വസ്റ്റ്യൻ. അങ്ങനെ ഓവറോൾ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്സ് ആണ് അലോട്ട് ചെയ്യുന്നത്. 1/3 മാർക്ക് ഓരോ ക്വസ്റ്റ്യനും, ഓരോ റോങ് ആൻസർ ക്വസ്റ്റ്യനും ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും, കുറയ്ക്കുന്നതായിരിക്കും. CBT മോഡ് ഓഫ് എക്സാമിനേഷനിൽ ഒട്ടുമിക്ക എല്ലാ എക്സാമിനേഷനിലും 1/3 മാർക്സ് ആണ് സാധാരണ കട്ട് ചെയ്യാറുള്ളത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. 1/3 മാർക്ക് റോങ് ആൻസറിന് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് RRB വെബ്സൈറ്റിൻ്റെ ലിസ്റ്റ്. അഹമ്മദാബാദ്, അജ്മേർ, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിൽസാപൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹട്ടി, ജമ്മു, ശ്രീനഗർ, കൊൽക്കത്ത, മാൽഡ, മുംബൈ, മുസാഫർപൂർ, പട്ന, പ്രയാഗ്രാജ്, റാഞ്ചി, സെക്കൻഡറാബാദ്, സിലിഗുരി, തിരുവനന്തപുരം. ഇതെല്ലാം ഈ RRB നോട്ടിഫിക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ മുഴുവനായി ശ്രദ്ധിക്കുക. റിസർവേഷൻ, ഏജ് ലിമിറ്റേഷൻ, ഏജ് റിലാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ഇത് ഓരോ RRB വൈസ്, റെയിൽവേ വൈസ്, പോസ്റ്റ് വൈസ് വേക്കൻസീസ് ആണ്. ഓരോ RRBയിലുമുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഇത് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ഒരു റീജിയണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 713 വേക്കൻസീസ് നഴ്സിംഗ് സൂപ്രണ്ടിനുണ്ട് എന്ന് കരുതി നമുക്ക് ഓവറോൾ എല്ലാ RRB റീജിയൻസിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു റീജിയണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ റീജിയൻ വെക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ അവൈലബിലിറ്റി, റിസർവേഷൻ, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ റീജിയൻ ചൂസ് ചെയ്യേണ്ടത്. ഇതാണ് പാരാമെഡിക്കൽ കാറ്റഗറീസിനുള്ള സിലബസ് എന്ന് പറയുന്നത്. അതിൽ നഴ്സിംഗ് സൂപ്രണ്ടിന് അനാട്ടമി, ഫിസിയോളജി, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, സൈക്കോളജി, മൈക്രോബയോളജി, സോഷ്യോളജി, ഫാർമക്കോളജി, പെത്തോളജി, ജെനറ്റിക്സ്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സിംഗ് ഇൻക്ലൂഡ്സ് അഡൽട്ട്, ജീരിയാട്രിക്സ്,
then community health nursing, child health nursing, mental health nursing, midwifery and obstetrical nursing, nursing research and statistics, management of nursing services and education. എക്സാമിനേഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെയും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു അപ്ഡേറ്റ്സ് തന്നിട്ടില്ല. തീർച്ചയായും ഒന്നല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമ്മൾക്ക് ആ എക്സാമിനേഷൻ ഡേറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് RRB ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷയുടെ ഏകദേശം ഒരു ചുരുക്കം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ വെബ്സൈറ്റിൽ ഈ PDF ലഭ്യമാകുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നല്ലതായിരിക്കും. അത് വായിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു.